ലൈഫിൽ എനിക്കങ്ങനെ കുറേ ഫ്രണ്ട്സ് ഒന്നുമില്ല. പഠിക്കുന്ന സമയത്തുള്ള കുറച്ച് പേരല്ലാതെ വർക്ക് സ്പേസിൽ ആരെയും തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ ഈ രണ്ടെണ്ണം കൂടി അതങ്ങോട്ട് തെറ്റിച്ചു. ബൈ ഹെയർ എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങളെല്ലാം നല്ല വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൺഫേം ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ചിലരെന്നോട് ചോദിച്ച ഡൗട്ടാണ് ഈ ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഈ മേക്കപ്പ് ഡ്രസ്സിലേക്ക് പടരാണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞുതരാം. മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ മാക്സിമം അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മേക്കപ്പ് ഫിക്സറും കൂടി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ഫേസസ് കാൻഡയുടെ സ്ട്രോബ് ആൻഡ് ഫിക്സിന്റെ റോസ് ഗോൾഡിന്റെ മേക്കപ്പ് ഫിക്സറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ സെറ്റായിട്ടിരിക്കാൻ മാത്രമുള്ള ഒരു നാച്ചുറൽ തിളക്കവും നമുക്ക് കൂടെ തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന 3-in-1 ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ആകുമ്പോൾ വേറെയും കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് SPF 30 ഉണ്ട്, വൈറ്റമിൻ സി, അലോവേര ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നായിട്ട് നല്ല രീതിയിൽ ഇണങ്ങിയിരിക്കുന്നവരെ എനിക്ക് തോന്നുന്നു. പിന്നെ തിളക്കം കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് ഇത് സ്ട്രോബ് ആയിട്ട് മിക്സ് ചെയ്തും യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ലിപ് ലൈനർ സെറ്റ് ആക്കാം. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ എടുത്തത് ഫേസസ് കാൻഡയുടെ തന്നെ കോഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കിന്റെ കോക്കോ ക്രഷ് 07 വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. 1 സ്വൈപ്പ് ആപ്ലിക്കേഷൻ ആണ്. ആക്ച്വലി നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ഫുഡ് പ്രൂഫ് ആണ്, കിസ് പ്രൂഫ് ആണ്. അപ്ലൈ ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് അത് ആ ഒരു മാറ്റ് ഫിനിഷ് ആവുന്നത്. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ ഒരു ഫിക്സർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആക്ച്വലി മേക്കപ്പ് പടരാതെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ഫിക്സർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസസ് കാൻഡയുടെ സ്ട്രോബ് ആൻഡ് ഫിക്സ് പോലത്തെ ഉള്ള ഒരു മേക്കപ്പ് ഫിക്സർ ആണെങ്കിൽ ആ ഒരു അഡീഷണൽ സ്ട്രോബിന്റെ തിളക്കം കൂടി നമുക്ക് കിട്ടും. ഞാൻ ഈ വൈറ്റ് ടിഷ്യൂ വെച്ച് കാണിച്ചു തരാട്ടെ എത്രത്തോളം നമ്മുടെ മേക്കപ്പ് നമ്മുടെ സ്കിന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. കണ്ട ഒരു മാർക്ക് പോലും ഇല്ല. കാര്യം ഇങ്ങനത്തെ ഫിക്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാനും ആ പടരുന്ന ഇഷ്യൂവും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ലിപ്സിൽ എപ്പോഴും ടിഷ്യൂ അല്ല കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇഡ്ഡലി വെച്ച് കാണിച്ചു തരാമെന്ന് ഓർത്ത്. കണ്ടോ ഫുഡ് പ്രൂഫ് ആണ്. ഇഡ്ഡലിയിലോട്ട് ലിപ്സ്റ്റിക് ആയില്ല, ലിപ്സിൽ തൊട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും സ്പ്രെഡ് ആവാണ്ടിരിക്കാനൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോട് മാക്സിമം ലോങ് ലാസ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഞാനിവിടെ കാണിച്ചേക്കുന്നത്. വേണം എന്നുള്ളവർക്ക് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേണം എന്നുള്ളവർ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കട്ടെ.